ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു മിനി ട്രീ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം സ്ക്രബ്ബറാണ്. ഇതിനെ നമുക്ക് ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. ഇതിൻ്റെ ഒരു യെല്ലോ പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തന്നെ നമുക്കത് സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിതവിടെ ഒലിവ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മൊത്തം യെല്ലോനെ മാറ്റി ഗ്രീൻ കളറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അക്രിലിക് കളറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു സ്പോഞ്ചാണല്ലോ, അപ്പോൾ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രീൻ കളർ നന്നായിട്ട് അബ്സോർബായി നമുക്ക് ഈ യെല്ലോ പോർഷൻ മൊത്തമായിട്ടൊന്ന് ഗ്രീനായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെയുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തിരിയും കൂടെ യെല്ലോ കളർ ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സാപ്പ് ഗ്രീനാണ് എടുക്കുന്നത്. ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡും കിട്ടും ഒലിവ് ഗ്രീനും സാപ്പ് ഗ്രീനും കൂടി മിക്സ് ആവുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ഷെയ്ഡ് ഗ്രീൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ സ്പോഞ്ചിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഓരോ സ്പോഞ്ചും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ കുഞ്ഞു കുഞ്ഞ് സ്പോഞ്ചിൻ്റെ പീസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ അതിലിനി ഞാൻ പിഴിഞ്ഞിട്ടും ബാക്കിയുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ സ്പോഞ്ച് പീസും ഇവിടെ സെപ്പറേറ്റ് ആക്കി ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അതിന് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ആ ടിഷ്യൂ പേപ്പർ വെച്ച് വലിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 കനത്തിലായിട്ടുള്ള ബാംബൂ സ്റ്റിക്കും അതുപോലെ തന്നെ ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും വീതിയുള്ള ബാംബൂ സ്റ്റിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസാണ് നമ്മുടെ ട്രീയുടെ സ്റ്റെം എന്ന് പറയുന്നത് കേട്ടോ. ശേഷം രണ്ടാമത്തെ ബാംബൂ സ്റ്റിക്കിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് മെയിൻ ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മുടെ സ്റ്റെമ്മിൻ്റെ പീസിൽ ബ്രാഞ്ച് കണക്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രാഞ്ച് പാർട്ട് കറക്റ്റായിട്ട് ആ സ്റ്റെമ്മിൽ ഫിറ്റായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുഞ്ഞു ബ്രാഞ്ചസും കൂടെ ഉണ്ടാക്കിയെടുത്ത് ഇത് രണ്ടും ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് ഫിനിഷായി. രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. രണ്ടാമത്തെ സൈഡിൽ ഞാൻ ടൂത്ത് പിക്ക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ സ്പോഞ്ച് ഡ്രൈ ചെയ്യാനെടുത്ത ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതെല്ലാം സ്പോഞ്ചിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ നല്ല ഗ്രീൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കളയണ്ട, നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്രാഞ്ചിലൊക്കെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് സ്റ്റെമ്മിലും ബ്രാഞ്ചിലും വരുന്ന രീതിയിൽ കുറച്ച് വിടുത്ത് തന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ആദ്യൊരു പീസ് ഞാൻ ഒട്ടിച്ചു. അതിന് മുകളിൽ അടുത്ത പീസ് വരുന്ന രീതിയിൽ കുറച്ച് വീതിയിലും കനത്തിലും തന്നെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ മൊത്തം ഈ ബ്രാഞ്ച് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ടിഷ്യൂ വെച്ചുള്ള പരിപാടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. ഈ ടിഷ്യൂവിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്പോഞ്ച് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ സ്പോഞ്ച് ചെറിയ ചെറിയ പീസ് സ്പോഞ്ച് ഗ്ലൂ ആക്കിയ ശേഷം അതിന് മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കുഞ്ഞൻ മരത്തിനൊരു കുഞ്ഞൻ ബേസ് കൂടെ വേണം. അപ്പോൾ ഞാൻ ബേസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്പാണ് കേട്ടോ. ഒരു ബോട്ടിൽ ക്യാപ്പാണ്. അത്യാവശ്യം വീതിയുള്ള ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. അത് വെച്ചിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സർക്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെൻറ്റിമീറ്ററോളം നമ്മൾ പുറത്തേക്ക് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതേ രീതിയിൽ ഒരു 4 സർക്കിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കട്ടിയുള്ള കാർട്ടൂൺ ബോക്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4-5 ചെയ്യണമെന്നൊന്നുമില്ല. അത്യാവശ്യം കട്ടിയുള്ളതാണെങ്കിൽ അതന്നെ മതിയാവും. ഇനി ഈ ക്യാപ്പിലേക്ക് ആദ്യമായിട്ട് ഞാൻ കുറച്ച് മണൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാ ചോദിച്ചാൽ നമ്മൾ ട്രീ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് സ്പോഞ്ചൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇത്തിരിയും കൂടെ അത് കുറച്ച് വെയിറ്റായിപ്പോയി. അപ്പോൾ ബേസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ട്രീ അതിന് മര്യാദക്ക് ഇരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസ് ഇച്ചിരി വെയിറ്റിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് ഇത്തിരി മണൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ക്യാപ്പ് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. മണൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് ട്രീ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നൈഫ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഞാനൊരു ഹോളാക്കി എടുത്തു. എന്നിട്ട് ട്രീ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഇതാ നമ്മുടെ നേരത്തെ സ്ക്രബ്ബറിൻ്റെ യെല്ലോ പാർട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ ഗ്രീൻ പാർട്ട് മാത്രമായിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത ശേഷം നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഓരോ പീസായിട്ട് ഈ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഈ ബേസ് മൊത്തത്തിൽ ഇത് കവർ ചെയ്തെടുക്കാം കേട്ടോ.
ഇനി ഇതിൻ്റെ സൈഡ് ഞാൻ ഗ്രീൻ പാർട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, അതായത് യെല്ലോ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ അക്രിലിക് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ആ ഗ്യാപ്പ് മാത്രം ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഗ്രീൻ പാർട്ടിനോട് ചേർന്നിട്ടുള്ള യെല്ലോ കളറൊക്കെ ഞാൻ ഗ്രീൻ വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഫിനിഷിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ആ ഒരു ഗ്രാസ് പോലെ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റെമ്മൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് പീച്ചും അതുപോലെ തന്നെ ബ്രൗൺ കളറും മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റെമ്മിന് ഒരു മരത്തിൻ്റെ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ട്രീയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മളെ കയ്യിലുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു കുഞ്ഞു മരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.